Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ഉള്ളിയും മുളകും. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണിത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കിലോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഈ ഒരു പാകത്തിന് നമുക്ക് ചതച്ചെടുക്കണം. എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഇത് മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയും ഒക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണിത്. എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെയും മസാല പൗഡറിൻ്റെയൊന്നും ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത്. ഇടിമുളക് എന്ന് പറയില്ലേ, അപ്പോൾ അത് ഒരു 2.5 ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കളറുള്ള ചതച്ച മുളക് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. കുറച്ച് നല്ല എരിവോടുകൂടി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ചേർക്കുമ്പോഴാണെങ്കിലും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ നന്നായിട്ട് ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ നമ്മുടെ ചിക്കൻ റെസിപ്പിക്ക്. ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ എണ്ണയും ഈ ഉള്ളിയും മുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്ര നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. പിന്നെ ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ കാണാം വെള്ളം ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ വെള്ളം ഒന്ന് കുറച്ച് വരുമ്പോഴേക്ക് നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലൊന്നും വെക്കാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ചട്ടിയിലോ വെക്കുന്നതാണെങ്കിൽ ചിക്കനല്ല പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല. അതുപോലെ ചിക്കൻ ചെറിയ പീസായിട്ട് അരിയണോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉള്ളിമുളകും തയ്യാറായിട്ടുണ്ട്. നല്ല തിളച്ചാവുന്ന വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.